നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർജി. ഞാൻ ബൊഹീമിയൻ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയുടെ CEO ആണ്. ടാർഗറ്റ് 3 കൺസൾട്ടിംഗ് എന്ന കമ്പനിയുടെ അണ്ടറിൽ AI പവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ചെയ്തു വരുന്നു. ഇന്ന് നമ്മൾ ഈ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇനീഷ്യേറ്റീവ് എന്താണെന്ന് പറയാൻ വേണ്ടി ഞാൻ എൻ്റെ അതിഥിയായ ഡോക്ടർ ശ്രീജിത്ത് M. ചെറുപിള്ളാകത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഡോക്ടർ പ്ലീസ്. താങ്ക് യു. ഞാൻ ഡോക്ടർ ശ്രീജിത്ത് M. ചെറുപിള്ളാകം, ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റ് ഇൻ സൈക്കാട്രി ആൻഡ് ബിഹേവിയറൽ മെഡിസിൻ. ഇപ്പോൾ വളരെ കാലമായിട്ട് ഞാൻ കൊണ്ടു നടന്ന, എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊണ്ടു നടന്നൊരു ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് ഇന്നത്തെ ഈ തുടക്കം നമ്മൾ ഇടുന്നത്. ആഗ്രഹം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. തുടക്കമിടുന്നത് ഒരു സംരംഭത്തിൻ്റെ പേര് തന്നെ പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് M. ചെറുപിള്ളാകം. അതൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാപ്പിനെസ് കണ്ടെത്താനുള്ള വഴികൾ. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ വളരെ കാലമായുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഡോക്ടർ, ഈ ആഗ്രഹം എന്ന് പറഞ്ഞ് പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് M. ചെറുപിള്ളാകം, ഡോക്ടറിൻ്റെ ആഗ്രഹം എത്ര നാളത്തെ പഴക്കമുണ്ട്? ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാൻ അല്ലെങ്കിൽ ഈ ഒരു സംരംഭം തുടങ്ങുക അല്ല എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നേടാനുള്ള ഒരു വഴി. ഈ ആഗ്രഹത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ത്രൂ ദിസ് വാട്ട് വാസ് വി കോൾ പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് M. ചെറുപിള്ളാകം. അതിൻ്റെ ചാനൽസ് എന്തൊക്കെയായിരിക്കും? എങ്ങനെയായിരിക്കും ഡോക്ടർ ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്നത്? ഐ നോ യു. അപ്പം നമ്മളിപ്പോൾ 2 വർഷം മുമ്പ് പരിചയപ്പെട്ടു. ഡോക്ടർ എൻ്റെ ഫസ്റ്റ് ക്ലയൻ്റാണ്. അത് വി ഡിസ്കസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം സെവറൽ തിങ്സ്. അപ്പോൾ ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് രീതി എനിക്കറിയാം. ഡോക്ടർ എത്രമാത്രം ടൈം ഓഫീസിൽ നിന്ന് വന്നാലും എത്ര മണിക്കൂർ കൺസൾട്ട് ചെയ്യുന്നു, ടുവേർഡ്സ് ലേറ്റ് നൈറ്റൊക്കെ എല്ലാം എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ആഗ്രഹം ഉടലെടുത്ത് എവിടെ വെച്ചാണ്? ഡോക്ടറിൻ്റെ പിൽക്കാല ജീവിതം യൂറോപ്പിലായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പം അജിത് സർ പറഞ്ഞതുപോലെ, ഞാൻ യു കെയിലായിരുന്നു. ഒരു ടഫ് ലൈഫായിരുന്നു. ആ ടഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡ്നെസ്സും വറീസും മേ ബി സം ഹാപ്പിനെസ് എല്ലാം ഇൻക്ലൂഡ് ഓഫ് കോഴ്സ് ഏത് മനുഷ്യനും സാഡ്നെസ് ഉണ്ടാകാം, അല്ലേ? അത് ആ സാഡ്നെസ്സിൽ നിന്ന് പിന്നെ സാഡ്നെസ് ഇല്ലാതായി എങ്ങനെ സാഡ്നെസ് ഇല്ലാതാകാം എന്ന് ഞാൻ പരിശീലനത്തിലൂടെ പഠിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ആ പരിശീലനത്തിലൂടെ ഞാൻ പഠിച്ചത്, അതായത് എങ്ങനെ ഹാപ്പി ആകാം, എങ്ങനെ ഹാപ്പിയായി തുടരാം എന്ന് ഞാൻ പഠിച്ച കാര്യം എല്ലാവരെയും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സത്യമാണ്. ഓക്കെ, ഈ പെർസിസ്റ്റൻ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഈ ഒരു ടേമിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? പെർസിസ്റ്റൻ്റ് ഹാപ്പിനെസ്, ഇപ്പോൾ സാഡായിരിക്കുന്ന ഒരാൾ നമ്മൾ ഹാപ്പി ആക്കി, പക്ഷേ അൾട്ടിമേറ്റ്ലി ഹി വിൽ എൻകൗണ്ടർ സാഡ്നെസ്. പക്ഷേ ഡോക്ടർ പറയുന്നത്, ഇപ്പോൾ സാഡായിരുന്ന ഡോക്ടർ പല മെത്തേഡ്സിൽ കൂടെ ഹാപ്പിയായി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പുലർത്തിക്കൊണ്ടു പോകുന്നു. ഇതിനെപ്പറ്റി ഒന്ന് വ്യാഖ്യാനിക്കാമോ? പക്ഷെ നമ്മൾ ഈ സാഡാവുക, അല്ലെങ്കിൽ ഏത് ഇമോഷനായിട്ടോട്ട് സാഡാവുക, ദേഷ്യം വരിക, ആംഗ്രി ആവുക, പേടി വരിക, ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ ചിന്തയിൽ നിന്നാണ്. ഇപ്പോൾ പെർസിസ്റ്റൻ്റ് ഹാപ്പിനെസ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ, പെർസിസ്റ്റൻ്റ്ലി നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ പെർസിസ്റ്റൻ്റ് ഹാപ്പിനെസ് ഈസ് പോസിബിൾ. ഇപ്പം സാഡാക്കുന്ന കാര്യം എന്ന് പറയുന്നത് പുറത്തെന്തെങ്കിലും സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളെ നിരാശരാക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണല്ലോ സാഡ്നെസ് ഉണ്ടാകുന്നത്. ആ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സാഡായിട്ട് ചിന്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് സാഡ്നെസ് ഉണ്ടാവും. അതിൽ നമ്മൾക്ക് പോസിറ്റീവ്നെസ് കാണാൻ പറ്റിയാലോ? എന്ത് സംഭവിച്ചാലും, എന്ത് കാര്യം സംഭവിച്ചാലും അതിന് 2 ആംഗിളുണ്ട്. അതിനെ നെഗറ്റീവായിട്ട് അതിനെ കാണുക എന്നുള്ളതാണ്
മനുഷ്യൻ്റെ സ്വാഭാവികമായ നാച്ചുറലി മനുഷ്യനുള്ള ഒരു പ്രവണത. പക്ഷെ സാഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ സാഡ് തന്നെ അല്ലേ ഡോക്ടർ? ഇപ്പോൾ സാഡായിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെ സാഡാവുന്നു? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഒരു ഇൻ്റർവ്യൂ, ഒരാൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഒരുപാട് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷെ ആ ഇൻ്റർവ്യൂവിന് ചെന്നപ്പം ആൾ പാസ്സായില്ല, ഇൻ്റർവ്യൂ ഫ്ലങ്കായി. അപ്പം സാധാരണയുള്ള മനുഷ്യൻ്റെ ആ ഒരു പ്രവണത എന്തുവാ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും ഇൻ്റർവ്യൂവിന് വേണ്ടി പഠിച്ചു, എന്നിട്ട് ഞാൻ ഫെയിലായി. എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഞാനൊരു പരാജയമാണ്, ഞാൻ ഇനിയിപ്പം ഭാവിയിൽ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, ഇവിടെ അങ്ങ് വിട്ടേക്കാം. ഇതാണ് സാധാരണ അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോഴാണല്ലോ സാഡ്നെസ് ഉണ്ടാകുന്നത്. അപ്പം അതേ കാര്യം തന്നെ, ഇത്രയും പ്രിപ്പയർ ചെയ്തു എന്നാലും ഫെയിലായി, അതിൻ്റെ അർത്ഥം എവിടെ ഒരു പോരായ്മയുണ്ട്. ആ പ്രിപ്പറേഷനിലാവാം, എവിടെ ഒരു പോരായ്മയുണ്ട്. അപ്പം ഈ ഒരു ഫെയിലുവർ എന്ന് പറയുന്നത് ആ പോരായ്മ തിരിച്ചറിയാൻ കിട്ടിയൊരു അവസരമാണ്, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ. അതെ, അത് ആ ഒരു പോരായ്മ തിരിച്ചറിയാൻ കിട്ടിയൊരു അവസരമാണ്. ആ പോരായ്മ തിരിച്ചറിഞ്ഞ് അതിനെയും കൂടെ കറക്റ്റ് ചെയ്താൽ ഒരു ബെറ്റർ പേഴ്സൺ ആവാം അല്ലേ? സോ ആക്ച്വലി ദിസ് ഫെയിലുവർ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ. So, if that failure is giving an opportunity to become a better person, why should I be sad about it? ഓക്കെ, ഇതൊരു പോസിറ്റീവ് തിങ്കിങ് സിനാരിയോ ആയിട്ടാണ്. Exactly. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് എം ചെറുവിളാകം നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അവരുടെ മനസ്സിലുള്ള ഒരു ക്യൂരിയോസിറ്റി കാണുമായിരിക്കും. നമ്മൾ പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് എം ചെറുവിളാകം എന്ന പോഡ്കാസ്റ്റ് സീരീസ് വഴി എന്തൊക്കെ ഡിവിഷൻസ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുക, അതിൻ്റെ എൻഡ് റിസൾട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് ലഭിക്കും? സി, ഇറ്റ്സ് എൻ ഐഡിയ ഓഫ് എ പേഴ്സൺ, ഇറ്റ്സ് യുവർ ഐഡിയ. ഓക്കെ, ദി ഐഡിയ ഹാസ് സോ മെനി ആസ്പെക്ട്സ് ആൻഡ് യു ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ് ഇല്ലേ? ഡോക്ടറിൻ്റെ കഠിന പരിശ്രമം കാരണമാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് സോഷ്യൽ മീഡിയ ചാനൽസ് വരും, ഇത് ലേറ്റർ ഓൺ ഇറ്റ് ക്യാൻ ഡെവലപ്പ് ടു സംതിങ് ബിഗർ, വി ഡോണ്ട് നോ. ബട്ട് ഡോക്ടർ തന്നെ പ്രേക്ഷകരോട് പറയണം, പെർസ്യൂ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് എം ചെറുവിളാകം, വാട്ട് ക്യാൻ യു എക്സ്പെക്ട്? ഇപ്പം പെർസ്യൂ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ അല്ലേ, ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജീവിതം ഹാപ്പി ആവുക അല്ലേ, ജീവിതത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, അന്വേഷിച്ച് കണ്ടെത്തുക, അല്ലെങ്കിൽ ജീവിതത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, അതുള്ള പെർസ്യൂ ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പല രീതിയിൽ നമുക്ക് എടുക്കാം അല്ലേ. ചിലർക്ക് പൊട്ടിച്ചിരിച്ച് ആർത്തുല്ലസിച്ച് മതിച്ച് നടക്കുന്നതാണ് ഹാപ്പിനെസ്. അപ്പം നമ്മൾ ഈ ജീവിതത്തിലെ ഹാപ്പിനെസ് എന്ന് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിതം സമാധാനപരവും സംതൃപ്തിയും ആയിട്ടിരിക്കുക അല്ലേ. ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക, സംതൃപ്തി ഉണ്ടാവുക, ഇതിലൂടെ സന്തോഷം ഉണ്ടാവും. ഡോക്ടറിനെ കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഈ സമാധാനവും സംതൃപ്തിയും പലരുടെ പെർസ്പെക്റ്റീവല്ലേ ഡോക്ടർ? എനിക്ക് സമാധാനം കിട്ടുന്ന ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. ചില ആൾക്കാർക്ക്, ചില പാർട്ടിക്കാർക്ക് മറ്റേ പാർട്ടിക്കാരെ ഒന്ന് തല്ലിയാൽ കൊള്ളാമെന്നുണ്ട്, അതിലൂടെ സംതൃപ്തി കിട്ടുമായിരിക്കും. ചിലർക്ക് അങ്ങനെയല്ല, ഉപദേശിച്ച് നന്നാക്കുമ്പോൾ സംതൃപ്തി കിട്ടും. സോ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്, നമുക്ക് എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും? ഡെഫിനറ്റ്ലി യു ആർ കറക്റ്റ്. സി, എല്ലാം ഓരോ പെർസ്പെക്റ്റീവ്സ് ആണ്. സി, യുവർ പെർസ്പെക്റ്റീവ് might be good for you, might be right for you. My perspective might be right for me, good for me. It's all about perspectives. And it's our perspective nadakkumbozhanu we become happy. See, your perspective happens, you become happy. I might not be happy with it. So it is not about everyone's happiness. പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഹാപ്പി ആക്കാൻ നോക്കുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ബ്രിങ്ങിങ് അൺഹാപ്പിനെസ് ഫോർ അതേഴ്സ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരാൾ ഹാപ്പി ആവുന്നു, അവരവർ ഹാപ്പി ആവുന്നു എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ
I cannot become happy for you, or I cannot find happiness for you. Because your happiness might be different. Your happiness might depend upon your perspectives. എൻ്റെ ഹാപ്പിനെസ് എൻ്റെ പെർസ്പെക്റ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം എൻ്റെ പെർസ്പെക്റ്റീവ്സ് മൈറ്റ് ബി ഡിഫറെൻറ്റ് ഫ്രം യുവർ പെർസ്പെക്റ്റീവ്സ്. സോ ഹാപ്പിനെസ് കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇസ് നോട്ട് ദ സെയിം ഫോർ എവ്രി വൺ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ റൂട്ട്സിലേക്ക് പോകാം. ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 16 years ആയില്ലേ, റൈറ്റ്? 16 years you have been in consulting. So you have dealt cases of drug abuse, family relationships, personality issues. You have even dealt with cases like schizophrenia, bipolar disorder, and several other extreme cases. Okay. See, in your view, this might not be extreme because you see on a daily basis. എന്നും കാണുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഡോക്ടറോട് ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സൈക്യാട്രി എന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എങ്ങനെ ഇവിടം വരെ എത്തി, അത് ഒന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത സംഭവമാണ്. പണ്ടത്തെ വിച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ഇപ്പോഴത്തെ സൈക്യാട്രി. ബട്ട് സൈക്യാട്രി ഹാസ് റിഫോംഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വ്യൂവേഴ്സ് ഓൾസോ വിൽ ബി ലൈക്ക് ദേ വുഡ് വാണ്ട് ടു നോ. തീർച്ചയായിട്ടും. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ സൈക്കാട്രിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണല്ലോ സൈക്കാട്രി സ്റ്റിഗ്മയുടെ സോഴ്സ് തന്നെ അതാണ് അല്ലേ? അതെ. അപ്പോൾ സൈക്കാട്രി അസുഖങ്ങളെക്കുറിച്ചോ അല്ലേ, ഇപ്പം മനസ്സിന് രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നാണക്കേടുള്ളൊരു കാര്യമായിട്ടാണ് പണ്ട് മുതലേ ആളുകൾ കരുതുന്നത്. അതിൻ്റെ ഉത്ഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സൈക്കാട്രി അസുഖം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അറിയത്തില്ലായിരുന്നു അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഡയബറ്റിസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മുതലേ അറിയാം ഡയബറ്റിസ് എങ്ങനെ ഉണ്ടാകുന്നു. ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോണിൻ്റെ വ്യതിചലനം കൊണ്ട് ബ്ലഡിൽ ഷുഗർ കൂടുന്നതാണ് ഡയബറ്റിസ് എന്നറിയാം. പക്ഷേ മനോരോഗം അല്ല മനസ്സിന് അസ്വസ്ഥതകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് അധികം നാളായിട്ടില്ല അല്ലേ. അപ്പം അന്ന് അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പ്രേതബാധ, ഭൂതബാധ അല്ലേ, അപ്പോൾ അതിന് ചികിത്സയില്ല, വന്നു കഴിഞ്ഞാൽ കെട്ടിയിടണം, പൂട്ടിയിടണം. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് സൈക്കാട്രി രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു നാണക്കേട്, അല്ലെ ഒരു ഭൂതബാധ പ്രേതബാധയാണ്, വന്നു കഴിഞ്ഞാൽ പൂട്ടിയിടണം, ഇതിൽ നിന്നാണ് നാണക്കേടെന്നുള്ള ഇത് വന്നത്. പക്ഷേ പിന്നീട് കണ്ടുപിടിച്ചു സൈക്കാട്രി മരുന്ന് അല്ല സൈക്കാട്രി അസുഖങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം സൈക്കാട്രി അസുഖം ഉണ്ടാകുന്നത് ശരീരത്തിലെ ചില അല്ലെ തലച്ചോറിലെ ചില ഹോർമോണിൻ്റെ വ്യതിചലനം കൊണ്ട് ചിന്തകൾ കൂടുന്നു, അല്ലെ ചിന്തകൾ കൂടുന്നു കുറയുന്നു. ഇപ്പം തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റിസിൽ ഇൻസുലിൻ്റെ ഹോർമോണിൻ്റെ പ്രശ്നം കാരണം ഷുഗർ കൂടുന്നു രക്തത്തിൽ എന്ന് പറയുന്ന പോലെ തലച്ചോറിൽ ചില ഹോർമോണുകൾ ഡോപ്പമിൻ, സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകളുടെ വ്യതിചലനം കാരണം ചിന്തകൾ കൂടുന്നു. അവിടെ ഇൻസുലിൻ്റെ പ്രശ്നം കാരണം ഷുഗർ കൂടുന്നു, ഇവിടെ ഡോപ്പമിൻ സെറട്ടോണിൻ്റെ പ്രശ്നം കാരണം ചിന്തകൾ ഏറിയും കുറഞ്ഞും വരുന്നു. തമ്മിലെന്താ വ്യത്യാസം? ആ ഇൻസുലിൻ്റെ പ്രവൃത്തി അത് കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഷുഗർ കറക്റ്റഡ് ആവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഹോർമോണുകളുടെ വ്യതിചലനം കറക്റ്റ് ചെയ്യുന്നതിലൂടെ ചിന്തകൾ ഓക്കെ ആവുന്നു. യാതൊരു വ്യത്യാസമില്ല. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സൈക്കാട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശദീകരണം ഇല്ലാത്ത, അതെ, തീർച്ചയായിട്ടും അതിൽ നിന്നാണ് ഈ സ്റ്റിഗ്മ ഉണ്ടായത് അല്ലേ. മനസ്സിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിനൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റിനെ കാണും, അയ്യോ വേണ്ട, രോഗം, മനോരോഗം. പിന്നെ ഒരു വലിയ തെറ്റിദ്ധാരണ ഈ ഇതിൻ്റെ ചികിത്സകളെക്കുറിച്ച്. മനസ്സിൻ്റെ സൈക്കാട്രി മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റത്തില്ല, അത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ എവിടെ നിന്നാണ് വന്നത്? ഇപ്പം ഒരാൾക്ക് ഡിപ്രഷനുണ്ട്, ഒരാൾക്ക് പേടിയുണ്ട്. ആ പേടിയോ ഡിപ്രഷനോ മാറാൻ വേണ്ടി മരുന്നെടുക്കുന്നു. അപ്പം മരുന്നെടുത്ത് കഴിയുമ്പോൾ ആളുകളുടെ പേടി, ഡിപ്രഷൻ കുറയുന്നു. അതൊരു ന്യൂട്രൽ ലെവലേ ആവുന്നുള്ളൂ. ഈ മരുന്നിന് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ. മരുന്നെടുത്തു, അതുകൊണ്ട് പേടി കുറഞ്ഞു, അല്ലെങ്കിൽ സങ്കടം കുറഞ്ഞ് ന്യൂട്രലായി. ആളിന് സന്തോഷം കൊടുക്കാൻ മരുന്നിന് പറ്റത്തില്ല. അവിടെയാണ് ഈ പേഴ്സ്യൂ ഹാപ്പിനെസ് വരുന്നത്.
ഓ, ഈ പെർസീവ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചാലേ പറ്റും അല്ലേ. ഇപ്പം നമ്മുടെ ഒരാളുടെ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ലേ ഹാപ്പിനെസ് ഉണ്ടാവും. ഒരാളുടെ സാഡ്നെസ് കുറഞ്ഞു ന്യൂട്രലായി ഇപ്പം മരുന്ന് നിർത്തിയാൽ എന്ത് പറ്റും, തിരിച്ചു വീണ്ടും സാഡ്നെസ്സിലേക്ക് പോകും. അപ്പം അങ്ങനെയുള്ള ആ ഒരു മിസ്കൺസെപ്റ്റ്, അപ്പം അത് ന്യൂട്രലായ ആള് സ്വന്തം ആക്ടിവിറ്റീസ് കറക്റ്റ് ചെയ്യുന്നുള്ളത്, എക്സസൈസസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കൊള്ളാം എന്ന് ആളിന് തന്നെ തോന്നുമ്പോഴാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. ആ കോൺഫിഡൻസിൽ നിന്നാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. ആ കോൺഫിഡൻസും ഹാപ്പിനെസ്സും ക്രിയേറ്റ് ചെയ്ത ഒരാൾ തിരിച്ച് വീണ്ടും സങ്കടത്തിലേക്കോ പേടിയിലേക്കോ പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് അല്ലേ, മരുന്ന് നിർത്തിക്കഴിഞ്ഞാലും. അപ്പം ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു മിസ്കൺസെപ്റ്റാണ് സൈക്കാട്രി മെഡിസിൻസ് നിർത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നിർത്താൻ പറ്റത്തില്ല. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ സൈക്കാട്രി മരുന്ന് നിർത്താൻ പറ്റത്തില്ല, വീണ്ടും പഴയ പോലെ ആകും, അത് ജീവിതകാലം മുഴുവൻ കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു മിസ്കൺസെപ്റ്റ് വന്നത് അതിൽ കൂടെ. ആരും ആ ഒരു പേടി മാറി എന്ന സന്തോഷം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ആരും ചെയ്യുന്നില്ല. ഡോക്ടർ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സൈക്കാട്രി മെഡിസിൻസ് ഒരാൾ ഡിപ്രഷൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പോസിറ്റീവ് ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് എം ചെറുവിളാകത്തിലൂടെ നമുക്ക് ഈ ഡിപ്രഷൻ്റെ ഒരു ലെവൽ നമുക്ക് മരുന്നുകളിൽ കൂടെ ഏകദേശം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെ ഡോക്ടർ പറയുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഈ ബോഡിയിലുള്ള കെമിക്കൽ വ്യത്യാസം വരുന്നത് ബോഡി ഈസ് എ കെമിക്കൽ പ്രൊഡ്യൂസിങ് മെഷീൻ. നമുക്കറിയാം എല്ലാ ടൈപ്പ് കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്റ്റേണലി കെമിക്കൽ കൊടുക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, ലൈക്ക് ഡ്രഗ് അബ്യൂസ്, ആൽക്കഹോൾ, വാട്ട് എവർ. ബട്ട് നമ്മുടെ ബോഡി ഇംപെർഫെക്റ്റ് ആണോ ടു പ്രൊഡ്യൂസ് കെമിക്കൽസ് വിച്ച് ലീഡ് ടു ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡർ, സ്കിസോഫ്രീനിയ, ദിസ് ദാറ്റ്? See, usually imperfect ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ no, never. It's a perfect machine. How can you say that? Because you see, there are 10 people, out of that one person has a serious depression. Okay, his body is producing chemicals which is not normal to the other 9 people. So what is wrong with this one person? See, producing chemicals alla rogathinu kaaranam. Alla see, that's what it is. Chemicals. ഞാൻ പറയാം, the chemicals which are there in the body, which is helping the body അല്ലെങ്കിൽ helping the brain to function in a very perfect way അല്ലേ. ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മെഷീൻ വേറെ ഇല്ല അല്ലേ. മനുഷ്യനെ പോലെ ഇത്രയും വെൽ പ്ലാൻഡ്, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടൊരു മെഷീൻ വേറെ ഇല്ല. അതിലൂടെയാണ് പറഞ്ഞത് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് മെഷീൻ. അപ്പം അതിൽ എന്തുകൊണ്ട് ഈ ഹോർമോൺസിന് ഒരു ഇംബാലൻസ് വരുന്നു അല്ലേ. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ ഹോർമോൺസിന് ഒരു ഇംബാലൻസ് വരണമെങ്കിൽ ആ ഒരു രോഗാവസ്ഥ അല്ലേ, ആ ഒരു ഇംബാലൻസ് വരുന്നതാണ് ആ രോഗാവസ്ഥ. ഇപ്പോൾ ഡിപ്രഷൻ ആവാം, സ്കിസോഫ്രീനിയ ആവാം, മൂഡ് ഡിസോർഡേഴ്സ് ഏതെങ്കിലും ആവാം. അപ്പം ഇതിലേക്ക് നയിക്കുന്ന യൂഷ്വലി വളരെ ചുരുക്കം ചിലർക്ക് ഒരു കാരണവുമില്ലാതെ വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഓൾവേസ് ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ആ റീസൺ എന്ന് പറയുന്നതാണ് ഒരാളുടെ ചിന്തകളിലെ പ്രശ്നം, ഒരാൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ എങ്ങനെ ആൾ എടുക്കുന്നു. ഇപ്പം നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ടെൻഡൻസി ഉള്ള ഒരാൾ യൂഷ്വലി, മെജോറിറ്റി ഓഫ് പീപ്പിൾ ഹാവ് നെഗറ്റീവ് തിങ്കിങ് അല്ലേ. നെഗറ്റീവ് തിങ്കിങ് ആണ് നാച്ചുറലി എല്ലാ ആളുകൾക്കും നാച്ചുറലി വരുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണ്. പോസിറ്റീവ് തിങ്കിങ് വരുന്നത് പോസിറ്റീവ് തിങ്കിങ് എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ പോസിറ്റീവ് തിങ്കിങ് സ്വയം പ്രാക്ടീസ് ചെയ്ത് പഠിച്ച ഒരാൾക്ക് മാത്രമാണ് പോസിറ്റീവ് തിങ്കിങ് വരുന്നത്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായാലും അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ആലോചിച്ച് ഒരു പോസിറ്റീവായിട്ട് കണ്ട് അങ്ങനെയാണെങ്കിൽ ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നു, ആൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നു, ആൾക്ക് ഹാപ്പിനെസ് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നു അല്ലേ. കോൺഫിഡൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ആ ആളിന് ഒരു പ്രോബ്ലം സംഭവിച്ചാലും, അതായത് ജീവിതത്തിലൊരു പ്രശ്നം വന്നാലും അതിനെ പോസിറ്റീവായിട്ട്, ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, ഇൻ്റർവ്യൂവിൽ ഫെയിലാകുന്ന കാര്യം പറഞ്ഞു. നാച്ചുറലി ഉള്ള ടെൻഡൻസി എന്താ, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു പറ്റുന്നില്ല. അതേസമയം പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് എനിക്ക് ബെറ്റർ ആവാനുള്ളൊരു ചാൻസാണ്. അപ്പോൾ അങ്ങനൊരു പോസിറ്റീവ് തിങ്കിങ് അവിടെ ഉണ്ടെങ്കിൽ ഈ ഡിപ്രഷനിലേക്ക് പോകാനോ
അല്ലേ? മനസ്സിന് സങ്കടവും പേടിയും ഉണ്ടാകുന്നതിലൂടെയാണ് തുടക്കം. ഒരു അസുഖത്തിൻ്റെ തുടക്കം മിക്കവാറും അങ്ങനെയാണ്. വളരെ വളരെ ഡീനോവോ ആയിട്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഐ ഡൗട്ട് ദാറ്റ്. സി, ഓൾവേസ് പേടി, സങ്കടം ഈസ് ബീങ് ട്രിഗേർഡ് ബൈ സംതിങ്, ആൻഡ് there നെഗറ്റീവ് തിങ്കിങ് ഡസ് പ്ലേ എ റോൾ. അപ്പം അത് പോസിറ്റീവ് തിങ്കിങ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് പെർസ്യൂ ചെയ്യാൻ പറ്റിയാൽ ഈ ഒരു പറയുന്ന കെമിക്കലിൻ്റെ ഇംബാലൻസ് അവിടെ ഉണ്ടാകാതെ നോക്കാൻ നമുക്ക് പറ്റുന്നു. സോ യു ആർ സേയിങ് പെർസ്യൂ ഹാപ്പിനെസ് വഴി നമുക്ക് നമ്മുടെ ബോഡിനെ ഇൻഡ്യൂസ് ചെയ്ത് ദോസ് കെമിക്കൽസ് വി ക്യാൻ ബ്രിങ് ഇൻ ടു ആക്ഷൻ ത്രൂ ദ മെത്തേഡ്സ് വിച്ച് ആർ ഗോയിങ് ടു. There's a minor correction there. See, positive thinking-illude we are not bringing chemicals into action. Chemicals are already there in action. Our chemicals in the abnormality varunilla. The abnormality of the level of the chemicals is triggered by our negative thinking, our problems ennulla nammada chindayanu ഈ കെമിക്കൽസ് ഓൾറെഡി ഉള്ള കെമിക്കൽസിന് ഇംബാലൻസ് ഉണ്ടാക്കുന്നത്. ആ ഇംബാലൻസ് ആണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഡോക്ടർ, ഞാൻ ചോദിക്കട്ടെ, ഈവൻ ജെനറ്റിക് പ്ലേസ് എ ഹ്യൂജ് റോൾ ഇൻ ഡിപ്രഷൻ ഓർ എനിത്തിങ്, റൈറ്റ്? അത് ഒരു ഫാക്ടർ അല്ലേ? സി, ജെനറ്റിക്സ്, ഡിപ്രഷൻ, തിങ്സ് ലൈക്ക് സ്കിസോഫ്രീനിയ, അല്ല ജെനറ്റിക്സ് ഒരു ഫാക്ടർ അല്ലേ? സി, മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയാം അല്ലേ? സ്കിസോഫ്രീനിയ, ഡിപ്രഷൻ എല്ലാം മൾട്ടി ഫാക്ടോറിയലാണ്. ഇതിൽ ജീൻസിന് റോളുണ്ട് എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, ഈ ജീൻസിന് റോളെന്ന് പറയുന്നത് ആ കാര്യങ്ങളെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു പേടിയോടെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ആകാമല്ലോ ആ ജനറ്റിക് ഇൻഹെറിറ്റൻസ്. ഓക്കെ. സി, എൻ്റെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ പിതാമഹന്മാർക്ക് ആ ഒരു നേച്ചർ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും പേടിയോടെ അപ്രോച്ച് ചെയ്യുക, എല്ലാത്തിനെയും ഒരു ടെൻസ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് അവരിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാം ഞാൻ, അല്ലേ? അത് അവരിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതിലൂടെ എനിക്കും ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടാവാം കാര്യങ്ങളിലോട്. ആയിക്കൂടെ ട്രിഗർ? ഇപ്പം ആ ജീൻസ് അവർക്കുണ്ട്, ആ ജീൻസ് എനിക്കും ഉണ്ട്. അപ്പം ആ ജീനാണോ അസുഖം ഉണ്ടാക്കുന്നത്? പോസിബിൾ, ബട്ട് ദർ ഇസ് എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ദർ, അല്ലേ? ഡെഫിനറ്റ്ലി ആ ജീൻ ഉള്ളത് കൊണ്ട് ആൾക്ക് രോഗമുണ്ട് എന്നല്ല. ഈവൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു എക്സ്പ്ലനേഷൻ കൂടെ പറയാം. ആ ജീൻ ഉള്ളത് കൊണ്ട് ആള് പ്രീഡിസ്പോസ്ഡ് ആകുന്നു. ഓക്കെ, ദർ ഇസ് എ പ്രീഡിസ്പോസിഷൻ ദർ, മോർ റിസ്കി ടു ഗെറ്റ് എ ഡിസീസ്. ബട്ട് ആ പ്രീഡിസ്പോസിഷനെ അല്ലെങ്കിൽ ആ റിസ്കിനെ ഫ്ലെയർ അപ്പ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഹിസ് നെഗറ്റീവ് തിങ്കിങ്, ഹിസ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ്സ് മൈ തിയറി. ഓക്കെ. ഡോക്ടറുടെ തിയറി ഡോക്ടറിൻ്റെ പേഷ്യൻസിൻ്റെ ഇടയിൽ ടെസ്റ്റ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ്? ഡെഫിനറ്റ്ലി. അതാ ഞാൻ പറഞ്ഞ എൻ്റെ ആഗ്രഹം, ഞാൻ വളരെ കാലമായിട്ട് കൊണ്ടു നടക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത്, സി, ഞാനും ജനിച്ചു വീണത് ഒരു പോസിറ്റീവ് തിങ്കിങ് മനുഷ്യനായിട്ടോ അല്ലെ ഇമോഷണലി ഇൻ്റലിജൻറ്റ് മനുഷ്യനായിട്ടൊന്നും അല്ല. ഞാനും വളരെ നെഗറ്റീവ്ലി തിങ്ക് ചെയ്യുന്ന, ഇമോഷണലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത, വൾണറബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ത്രൂ പ്രാക്ടീസ്, സ്റ്റഡി പ്രാക്ടീസ്, സി, practice of positive thinking, practice of emotional thinking, practice knowledge that it's usually expectations and criticisms, blamings which lead to sadness. അതിനെയെല്ലാം കൺട്രോൾ ചെയ്യാനും അതിനെയെല്ലാം പാകപ്പെടുത്തി പോകാനും പരിശീലിച്ചതിലൂടെയാണ് എനിക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ ആ ഒരു അറിവാണ് സത്യം പറഞ്ഞാൽ എന്നെ സൈക്കാട്രിയിൽ എത്തിച്ചത്. അപ്പം ആ ഒരു അറിവ് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തുണ്ട് വഴി? മനസ്സിൻ്റെ പ്രാധാന്യം. ആളുകൾ മനസ്സിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ചിന്തകളാണ് എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും അല്ലെങ്കിൽ പേടികൾക്കും, എൻ്റെ എല്ലാ നെഗറ്റീവ് അപ്രോച്ചിൻ്റെയും കാരണം എൻ്റെ ചിന്തയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുക. അതായത് മനസ്സിൻ്റെ പ്രാധാന്യം, അല്ലേ? ഇപ്പം ഞാൻ എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഫീലിംഗ്. ആ എൻ്റെ ഫീലിംഗ് ആണ് എൻ്റെ പ്രവൃത്തി. ആ എൻ്റെ പ്രവൃത്തിയാണ് ഞാൻ നാളെ എന്താണ്, അല്ലെ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു, നാളെ ഞാൻ എന്താകും എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ എൻ്റെ ചിന്തയല്ലേ ഞാൻ ഇന്ന് എങ്ങനെ ഇരിക്കുന്നു, നാളെ ഞാൻ എന്താകും എന്ന് തീരുമാനിക്കുന്നത്. അതല്ലേ മനസ്സിൻ്റെ പ്രാധാന്യം. ആ ചിന്തയെ നമ്മൾ പോസിറ്റീവ് ആക്കുന്നതിലൂടെ എൻ്റെ ഫീലിംഗ് പോസിറ്റീവ് ആകുന്നു, എൻ്റെ പ്രവൃത്തി പോസിറ്റീവ് ആകുന്നു, എൻ്റെ നാളെ, എൻ്റെ ഫ്യൂച്ചർ പോസിറ്റീവ് ആകുന്നു.
അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് മനസ്സെങ്ങനെ ചിന്തിക്കുന്നു, മനസ്സിൻ്റെ വിവിധ ലെയേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ്. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം, പക്ഷേ ഇപ്പോഴല്ല, അടുത്ത എപ്പിസോഡിൽ. അതൊരു സമയം നമുക്ക് വളരെ വളരെ കാര്യമായിട്ട് സംസാരിക്കാനും മാത്രമുള്ളൊരു ഒരു വിഷയം തന്നെയാണ് അത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ എപ്പിസോഡ് നമുക്ക് മനസ്സിനെ പറ്റി മാത്രം സംസാരിക്കാം. ഓക്കെ. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ് വിത്ത് പേഴ്സണൽ ഹാപ്പിനെസ് വിത്ത് ഡോക്ടർ ശ്രീജിത്ത് എം ചെരുവിളാകി. താങ്ക് യു വെരി നമ്മുടെ മച്ച്. പ്രേക്ഷകർക്കോട് നമുക്ക് നന്ദി പറയാം. താങ്ക് യു. താങ്ക് യു. Thank you for being with us throughout this podcast.